അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോർടെക്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. മണ്ടൽപ്പെട്ടിയിലെ കൂർഗിലുള്ള മണ്ടൽപ്പെട്ടി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ രാവിലെ തന്നെ മോർണിംഗ് ബാംഗ്ലൂർ ടു കൂർഗിൽ വന്നിട്ട് രാവിലെ കൂർഗിൽ നിന്ന് ജീപ്പ് പിടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ് മണ്ടൽപ്പെട്ടി ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് നല്ല രീതിയിൽ സമ്മാനിച്ച് തന്നത്. അപ്പോൾ നമ്മളവിടെ മോർണിംഗ് തന്നെ അവിടെ ടോപ്പിലെത്തി. അപ്പോൾ അവിടെ ഭയങ്കര റഷായിരുന്നു. ജീപ്പുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ 6:30 7 മണിറ്റോ ആണ് അവരുടെ ഫോറസ്റ്റ് തുറക്കുന്നതെന്നാണ് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ മണ്ടൽപ്പെട്ടിയിൽ ഒരു സൈഡ് വ്യൂ കാണാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൈഡ് വ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കോര് സൈഡിലത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു വലിയൊരു മൊട്ടക്കുന്നായിരിക്കും. സത്യം പറഞ്ഞാൽ വലിയൊരു മൊട്ടക്കുന്നാണ് നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ, പിന്നെ അവിടുത്തെ ജീപ്പിലുള്ള ആളുകൾ, അവർ നിങ്ങളെ പല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കും. ഇവിടെ നിന്ന് ഇത്ര പോകാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോയാൽ നിങ്ങൾ കൊക്കയിൽ വീണ് ചത്തുപോകും, ഈ സീനൊക്കെയാണ് നിങ്ങളോട് പറയാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളെ കയ്യിൽ ഒരു സ്പ്ലെൻഡറോ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പൾസോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പുട്ട് പോലെ കയറി പോകുന്നൊരു സ്ഥലം മാത്രമാണ്. ഇതാണ് മണ്ടൽപ്പെട്ടിയിലെ എൻട്രൻസ് ഗേറ്റ്. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കണ്ടാൽ അറിയാം, അവിടെ ഒരു മരം, ഇവിടെ ഒരു മരം, ഒരു തരിശായുള്ളൊരു മൊട്ടക്കുന്ന് തന്നെ. ആ കൂടെ ഒരു സൈഡിൽ ഇത്ര ഒരു വ്യൂ നിങ്ങൾക്ക് കാണാം. ഇത് മാത്രം. ഇനിയിപ്പോൾ ഞാൻ വന്ന ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഞങ്ങൾ ഒരുപാട് റിവ്യൂസും എക്സ്പെക്റ്റേഷനും കൊണ്ടാണ് ഞങ്ങൾ മണ്ടൽപ്പെട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കുറച്ച് നേരം നിന്ന സമയത്ത് കൊടുങ്കാറ്റ് മാത്രമേ നമുക്ക് ഇവിടുന്ന് സമ്മാനിച്ച് തന്നിട്ടുള്ളൂ. വേറെ ഒന്നും വലുതൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു 30 മിനിറ്റ് പോലും 30-25 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ ഞങ്ങളെ പുഷ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു അവിടുന്ന്. അപ്പോൾ തിരിച്ചു പോരുന്നതിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഡ്രോപ്പിംഗ് പോയിന്റ് എത്തുന്ന സ്ഥലത്ത് മാത്രം എത്തിച്ച ശേഷം മാത്രം നിങ്ങൾ എമൗണ്ട് പേ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളെ വഴിക്ക് വിട്ട് ഇറക്കി വിട്ട പോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം കാത്തിരുന്ന് ശേഷം ഏതോ ഒരു ഏട്ടൻ ഞങ്ങളെ രണ്ടാളെയും, ലഗേജുള്ള ഞങ്ങളെ രണ്ടാളെയും വെച്ച് ടോപ്പിൽ ടൗണിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ ഒരു മൂപ്പർക്ക് ആരാണെങ്കിലും, പേരൊന്നും അറിയില്ല, ആരാണെങ്കിലും മൂപ്പരോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ അത്രയ്ക്ക് മോർണിംഗിൽ അവിടെ വന്നിട്ട് ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടെ നിന്നിട്ടും ആളൊക്കെ കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഫേവർ ഉള്ളതും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിന്നെ ടൗണിലെത്തിയതും ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾക്ക് പോകാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ മൂപ്പർക്ക് സത്യം പറഞ്ഞാൽ അയാളോട് 1000 നന്ദിയുണ്ട് ഞങ്ങൾക്ക് എന്തായാലും. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിലും നല്ല സ്ഥലങ്ങൾ അവിടെ കൂർഗിലുണ്ട്. അപ്പോൾ കൊടകിൽ ഡിസ്ട്രിക്റ്റിൽ ട്രക്കിങ്ങിനായിട്ടും നല്ല സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ അത് മാക്സിമം അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് പോകണം എന്നാണ്, എക്സ്പീരിയൻസ് ആണെന്നുള്ളത് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ, ബൈ ആൻഡ് ടേക്ക് കെയർ, ബൈ.